KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പേരുകൾ കൈമാറാൻ ഗവർണർക്ക് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. 10 പേരുകൾ ഗവർണർ തയ്യാറാക്കിയെന്നും അവരുടെ സമ്മതം ലഭിക്കാൻ കൂടുതൽ സമയം വേണമെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ 10 പേരുടെ പട്ടിക കൈമാറിയിട്ടുണ്ട്. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വൈസ് ചാൻസലർ നിയമനം, UGC ചെയർമാൻ, സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 2 പേരുകൾ തയ്യാറാക്കി. ഈ പേരുകൾ കോടതിക്ക് കൈമാറാം എന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ ഗവർണർക്ക് വേണ്ടി അറിയിച്ചിട്ടുമുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബാലു, ഇപ്പോൾ ഗവർണർക്ക് സാവകാശം ലഭിച്ചിരിക്കുകയാണ്. പട്ടിക തയ്യാറാക്കി, പക്ഷേ അവരുടെ അനുമതി കൂടി ആവശ്യമാണ് എന്നതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഗവർണർക്ക് വേണ്ടി അറിയിച്ചത്? രതീഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ സെർച്ച് കമ്മിറ്റിയിലുള്ള UGCയുടെ 2 പ്രതിനിധികളെ സംബന്ധിച്ചുള്ള തീരുമാനം ആയി എന്നതാണ്. കാരണം അതിൽ ഇനി തർക്കമുണ്ടാകാനുള്ള സാധ്യതയില്ല. UGCയുടെ ചെയർമാനുമായി അറ്റോർണി ജനറൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നുവെന്ന് അറ്റോർണി ജനറൽ R. വെങ്കട്ടരമണി ഇന്ന് സുപ്രീം കോടതി അറിയിച്ചു. തുടർന്ന് അദ്ദേഹം 2 പേരുകൾ നൽകാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 2 പേരുകൾ UGC ചെയർമാൻ തനിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ പേരുകൾ സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് കൈമാറാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവർണറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവർണർ 10 പേരുകൾ തയ്യാറാക്കി നടന്നിരിക്കുന്നത്. അതിൽ IIT-യിലെ വിദഗ്ധരടക്കം IIT പ്രൊഫസർമാർ അടക്കം അടങ്ങുന്നതാണ് ഈ സമിതി. പക്ഷേ ഗവർണർക്ക് അവരോട് ഒരു നോ ഒബ്ജക്ഷൻ, അതായത് അവർക്ക് ഈ സമിതിയിൽ ഭാഗമാകാം എന്നത് സംബന്ധിച്ചുള്ള ഒരു നോ ഒബ്ജക്ഷൻ വാങ്ങേണ്ടതായി ഉണ്ട്. അതിനുവേണ്ടി അല്പസമയം കൂടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സമയം സുപ്രീം കോടതി ഇന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി തങ്ങൾ 10 പേര് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പേരുകൾ കഴിയുമെങ്കിൽ അറ്റോർണി ജനറലുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് സുപ്രീം കോടതി ഈ സംസ്ഥാനത്തിനോട് പറഞ്ഞത്. കാരണം അങ്ങനെ 2 കൂട്ടർക്കും ഒരേ പേരുകളാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും ഈ സെർച്ച് കമ്മിറ്റി നിയമനം വളരെ അനായാസേന നടത്താം എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. അന്നാണ് തിങ്കളാഴ്ച വീണ്ടും ഈ കേസ് പരിഗണനയ്ക്കായി വരികയാണ്. അപ്പോൾ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാകും. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.